ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടും ഉപവാസത്തോടും പ്രതിഷ്ഠയോടെയും വലിയ നോമ്പിൻ്റെ അനുഗ്രഹീത നാളുകളിൽ നാം ആയിരിക്കുകയാണ്. എന്തിനാണ് നാം നോമ്പ് ആചരിക്കുന്നത്? എങ്ങനെയാണ് നാം നോമ്പ് ആചരിക്കേണ്ടത്? ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശുദ്ധ വേദപുസ്തകവും നമ്മുടെ പിതാക്കന്മാരും പ്രാർത്ഥനകളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ ജീവിതക്രമത്തിൽ നിന്ന് മാറി ഒരു ജീവിതചര്യ തന്നെ നമ്മൾ നോമ്പിൻ്റെ നാളുകളിൽ രൂപപ്പെടുത്തുകയാണ്. മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി പോലും നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മഞ്ഞുകാലം തുടങ്ങുമ്പോൾ മരങ്ങളെല്ലാം ഇലകൾ പൊഴിച്ച് മാസങ്ങളോളം ആയിരിക്കുന്നൊരവസ്ഥയുണ്ട്. നമുക്കറിയാം, സാധാരണ മരങ്ങൾക്കും സസ്യങ്ങൾക്കും ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ ഇലകൾ വേണം. യഥാർത്ഥത്തിൽ ഉപവാസത്തിൻ്റെ നാളുകളാണ് ആ 3-4 മാസങ്ങൾ. അത് കഴിഞ്ഞ് ശക്തിയോടെ കരുത്തോടെ വീണ്ടും ഇലകൾ വന്ന് ആ ഉപവാസത്തിന് ശേഷം ആ വൃക്ഷങ്ങൾ തളിർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ, ശരീരാത്മ മനസ്സുകളുടെ ഉടമയായ മനുഷ്യൻ, അവന് നോമ്പും ഉപവാസവും അവൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ വസ്തുതകളാണ്. സുറിയാനി പാരമ്പര്യമനുസരിച്ച് നോമ്പ് ആരംഭിക്കുന്നത് പേത്രത്ത ഞായറാഴ്ചയോടുകൂടെയാണ്. ആ പേത്രത്ത ഞായറാഴ്ച എന്ന പദം അത് പല രീതിയിലാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പോത്തിനെ അറക്കുന്ന ദിവസമാണ്, മാംസം ഭക്ഷിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് പോത്തിനെ ഏറ്റവും കൂടുതൽ അറക്കുന്ന ദിവസം പോത്തറത്ത എന്നുള്ള അർത്ഥമല്ല. സുറിയാനി ഭാഷയിലെ പിത്താർ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ആ വാക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവസാനിക്കുക എന്നാണ്. മാംസഭക്ഷണവും ജീവിതത്തിലെ സുഖസൗകര്യങ്ങളോടുമൊക്കെ അത് അവസാനിപ്പിച്ച് വിനയത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എളിമയുടെയും ഒരു ജീവിതശൈലിയിലേക്ക് മാംസഭക്ഷണത്തിൻ്റെ ഉപയോഗമെല്ലാം അവസാനിപ്പിച്ച് നാം പ്രവേശിക്കുന്ന അതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് പേത്രത്ത എന്ന് പറയുന്ന ആ വാക്ക് തന്നെ. അതെല്ലാം അവസാനിപ്പിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമുക്കറിയാം, കാർണിവൽ, നോമ്പിന് തൊട്ട് മുൻപുള്ളതായ വലിയ ആഘോഷമാണ് കാർണിവൽ. ഈ കാർണിവലോടുകൂടെയാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. ഈ കാർണിവൽ എന്ന വാക്ക് ലത്തീൻ ഭാഷയിലെ കാർണെ ലംബാരെ, മാംസത്തോട് അല്ലെങ്കിൽ ഇറച്ചി, അതിനെ മാറ്റിവെക്കുക. കാർണെ വാലെ, മാംസമേ വിട. അവിടെയൊക്കെ ഒത്തിരി മാംസഭക്ഷണം ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ നോമ്പോടുകൂടെ, ഈ കാർണിവൽ ആഘോഷത്തോടുകൂടെ ഇനിയുള്ള നാളുകളിൽ മാംസത്തോട് വിട പറയുന്ന, അതാണ് കാർണിവൽ, കാർണെ ലംബാരെ എന്ന് പറയുന്ന ആ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അവിടെയും നമ്മൾ പേത്രത്ത പോലെ തന്നെ ഒന്ന് അവസാനിപ്പിച്ച് ഒരു പുതിയ ചര്യയിലേക്ക്, ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഞായറാഴ്ച, പേത്രത്ത ഞായറാഴ്ച അതോടുകൂടെ നോമ്പ് ആരംഭിക്കുന്നുവെങ്കിൽ പാശ്ചാത്യ സഭകളിൽ വിഭൂതി, അല്ലെങ്കിൽ നമ്മളിവിടെ മലയാളത്തിൽ ചാര ബുധനാഴ്ച എന്ന് പറയും. ആ വിഭൂതിയോടുകൂടെയാണ്, ആ ചാര ബുധനാഴ്ചയാണ് പ്രധാനപ്പെട്ട നോമ്പിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. എന്താണ് ഈ ചാര ബുധനാഴ്ച സംഭവിക്കുന്നത്? ആളുകൾ പള്ളിയിൽ ചെല്ലും, അവിടെ ആരാധന കഴിഞ്ഞ്, പ്രത്യേകമായ പ്രാർത്ഥനകൾ കഴിഞ്ഞ് എല്ലാവരുടെയും നെറ്റിയിൽ ചാരം കൊണ്ട് ഒരു കുരിശു വരയ്ക്കും. ഇത് 2 പ്രധാനമായ അർത്ഥതലങ്ങളാണ്. ഒന്ന്, ചാരമെന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ ഒരു അടയാളമാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ദാവീദ് അനുതപിച്ചപ്പോൾ 2 വെണ്ണീറിലും കിടന്നുപവസിച്ചു എന്നാണ് പറയുന്നത്.
നിനുവായക്കാർ അവരെക്കുറിച്ച് പറയുമ്പോൾ അവർ രട്ടിലും വെണ്ണീരിലും ഉപവസിച്ചു എന്നാണ് പറയുന്നത്. അനുതാപത്തിലേക്ക് പ്രവേശിക്കുന്ന അനുതാപത്തിൻ്റെ ഒരു പ്രതീകമാണ്. രണ്ടാമത് അത് പൊടിയാണ്. നമ്മുടെ നെറ്റിയിൽ അത് കുരിശ വരച്ചുകൊണ്ട് പറയുന്നത് നീ മണ്ണാകുന്നു. ആ മനുഷ്യൻ്റെ നൈമിഷിക ജീവിതം, നശ്വരത, ഈ ജീവിതയാത്രയിൽ നമ്മൾ നിത്യതയെയും ഈ ലോകത്തിലെ അവസാനത്തെയും ചിന്തിക്കാതെ ഓടുമ്പോൾ ഒരു നിമിഷം നമ്മളൊന്ന് ഈ ലോക ജീവിതത്തിൻ്റെ നൈമിഷികതയും നശ്വരതയും ഒരു പൊടിയായ മനുഷ്യൻ അത് ഒന്ന് ഓർത്ത് വിനയപ്പെട്ട് അനുതപിച്ച് ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് ദൈവത്തോട് ചേരുവാൻ അനുതാപത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശനമാണ് അതിലൂടെ നടപ്പാകുന്നത്. ആത്മീയ ശുദ്ധിയും ദൈവ കടാക്ഷവും സ്വർഗീയ കൃപയും ഇതെല്ലാമാണ് ഈ നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. വലിയ നിയോഗങ്ങൾക്ക് മുൻപ് നമുക്കറിയാം എല്ലാ മതങ്ങളിലും ഇതുപോലുള്ളതായ നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങളുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ഹൈന്ദവ മതത്തിൽ, ഹിന്ദു മതത്തിൽ നമുക്ക് ശബരിമലയ്ക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയാം. അവർ അവിടേക്ക് പോകുന്നതിന് മുൻപ് 40 ദിവസം നോമ്പ് നോറ്റ് ആ ഒരുക്കത്തോടുകൂടിയാണ് അവർ പോകുന്നത്. പഴയ നിയമത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മോശ ദീർഘദർശി, മോശ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് സ്വീകരിക്കുന്നതിന് മുൻപ് 40 രാവും 40 പകലും മോശ ഉപവസിച്ചതിന് ശേഷമാണ് ആ ദൈവീക കൽപ്പനകളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം മോശ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ എലിയാ ദീർഘദർശി സ്വർഗത്തേരിലേക്ക് അദ്ദേഹം കരയേറി എടുക്കപ്പെടുന്നതിന് മുൻപ് അദ്ദേഹവും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് വേദപുസ്തകം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. അതോടൊപ്പം തന്നെ നിനുവാക്കാര് ദൈവകോപത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് ഈ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയുമായിരുന്നുവെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിച്ച് നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. ഹാനനീയ തീച്ചൂളയിൽ നിന്ന് പൈതങ്ങൾ രക്ഷ പ്രാപിച്ചത് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയുമായിരുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും സിംഹങ്ങളുടെ വായടയ്ക്കപ്പെട്ട് ദാനിയേൽ രക്ഷപ്പെടുകയാണ്. ലോകരക്ഷിതാവായ ദൈവത്തിൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് 40 പകലും 40 രാവും പരിശുദ്ധ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹാ തമ്പുരാൻ തൻ്റെ പരശുശ്രൂഷയ്ക്ക് മുൻപ് ഒരുക്കത്തിന് ഈ നോമ്പോടും ഉപവാസത്തോടും കൂടി ആ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. വേദപണ്ഡിതന്മാർ പറയുന്നത് ഗത്സമനയിലെ രക്തം വിയർപ്പായി ഒഴുകിയുള്ള പരീക്ഷണഘട്ടം അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിയും കരുത്തും 40 ദിവസത്തെ ആ മരുഭൂമിയിലെ ഉപവാസത്തിലൂടെ ആർജിച്ചുവെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നത്. ദൈവത്തിൻ്റെ പുത്രനായ മിശിഹാ തമ്പുരാൻ പോലും നോമ്പിലൂടെയും ഉപവാസത്തിലും, അതുകൊണ്ടാണ് പറയുന്നത് നോമ്പാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി പുറപ്പെടുകയില്ല എന്ന്. പ്രത്യേകതരമായ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കിടക്കാൻ ഒത്തിരി സമയം ആവശ്യമുണ്ട്. ആ ജാതി എന്ന് പറയുന്നത് പൈശാചിക ശക്തികളെയും ബന്ധനങ്ങളെയും അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് നോമ്പും ഉപവാസവും അത്യന്താപേക്ഷിതമാണെന്ന് നമ്മുടെ കർത്താവ് നമ്മോട് പഠിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ മതങ്ങളിലും ഇപ്പോൾ നമുക്കറിയാം, മുസ്ലിം സമുദായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുമുണ്ട് ഈ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും നാളുകൾ. അത് എല്ലാ മതങ്ങളിലും ഉള്ളതാണ്. മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആത്മീകവുമായ ശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും രക്ഷയിലേക്ക് ഭാഗമാകുന്നതിനുമാണ് നോമ്പും ഉപവാസവും. നമ്മുടെ പിതാക്കന്മാർ ദൈവീകമായ ആ കൽപ്പനകളിലൂടെ നൽകപ്പെട്ടതിനെ നമ്മുടെ പിതാക്കന്മാർ പാലിച്ചു വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ നോമ്പ് നോക്കേണ്ടതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന് ശാരീരികവും, 2 മാനസികവും ആത്മീകവുമായ തലങ്ങൾ, പിന്നെ അതോട് ചേർന്ന് തന്നെ സാമൂഹികമായ മറ്റൊരു വശം കൂടി ഇതിനകത്തുണ്ട്. ഇനിയിപ്പോൾ ആധുനിക തലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇലക്ട്രോണിക് യുഗത്തിൽ, ഒരു സൈബർ യുഗത്തിൽ അവിടെയും നോമ്പിൻ്റെ ഒരു ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ ഘടകം ഏറ്റവും നോമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഭക്ഷണത്തെക്കുറിച്ചുള്ളതാണ്. നോമ്പ് ആരംഭിക്കുകയാണ്, ഇന്ന ഭക്ഷണം, നമുക്ക് ഇനിയിപ്പോൾ പച്ചക്കറി മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഭക്ഷണമേ. ഈ ഭക്ഷണത്തിൻ്റെ ഒരു ക്രമീകരണവും അതിൻ്റെ
നിയന്ത്രണവും വർജനവുമാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നമ്മളിപ്പോൾ കാണുന്നത്. ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, ഈ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് എന്താ കാര്യം? അതിൽ പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ആളുകൾ ചിന്തിക്കാറില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഭക്ഷണത്തിൻ്റെ വർജനം നോമ്പിലൊരു പ്രധാനപ്പെട്ട ഘടകമാകുന്നത് എങ്ങനെയാണ്? അതിന് വേദപുസ്തകത്തിലും ദൈവശാസ്ത്രപരമായുമുള്ളതായ ഒരർത്ഥമുണ്ട്. കാരണം നോമ്പ് ആരംഭിക്കുന്നത് ഏദൻ പറുദീസയിലാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് മനുഷ്യനോട് ദൈവം അവിടെ ഈ തോട്ടത്തിലുള്ളതായ സകല ഇത് നിനക്ക് ഭക്ഷിക്കാം എന്നിട്ട് പറയുന്നുണ്ട്, ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കരുത്. അവിടെ തന്നെ ഒരു ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം മനുഷ്യന് ദൈവം കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ എവിടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണമനുസരിച്ച് മനുഷ്യ ജീവിതത്തിലേക്ക് ഭക്ഷണത്തിലൂടെയാണ് പാപം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തെക്കാൾ ഉപരിയായി ഭക്ഷണത്തോടുള്ള ഉദരത്തോടുള്ള മനുഷ്യൻ്റെ ആർത്തി മനുഷ്യനെ പാപിയാക്കിയെങ്കിൽ ആ ഭക്ഷണത്തെ ത്യജിക്കുന്നതിലൂടെയും നിയന്ത്രിക്കുന്നതിലൂടെയും രക്ഷയുടെ ഭാഗമായി മാറുകയാണ്. അതുകൊണ്ടാണ് 40 ദിവസം ഉപവസിച്ച് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ പരീക്ഷകൻ വന്നിട്ട് പറയുകയാണ്, ഈ കല്ല് നീ അപ്പമായി മാറാൻ പറയുകയാണ്. അവിടെ കർത്താവ് പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. കാരണം ഏദൻ പറുദീസയിൽ സംഭവിച്ചത് എന്താ? ദൈവത്തിൻ്റെ വായിലുള്ള വചനത്തെക്കാൾ ഉപരിയായിട്ട് അപ്പത്തിന്, ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തു പോയതാണ് മനുഷ്യന് പറ്റിയ അപജയമെങ്കിൽ ഇവിടെ ദൈവപുത്രനായ മിശിഹാ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇതിനെ അതിജീവിക്കുവാനുള്ളതായ ആ ശക്തി നമുക്ക് മനുഷ്യനിലുണ്ട് എന്നുള്ളത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിലൂടെ മനുഷ്യ ജീവിതത്തിലേക്ക് പാപം കടന്നുവന്നുവെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ വർജനവും അതിൻ്റെ നിയന്ത്രണവും രക്ഷയുടെ ഭാഗമായിട്ട് നമ്മളെ നയിക്കുകയാണ്. ഭക്ഷണത്തെ പരിത്യജിക്കുവാൻ, ദൈവസ്നേഹത്തെക്കാൾ ഉദരസ്നേഹത്തെ അതിജീവിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുകയാണ്. ആധുനിക ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ആഹാരം ഇന്ന് മനുഷ്യൻ്റെ സംഹാരകനായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഭക്ഷണത്തിലൂടെ മനുഷ്യന് സംജാതമാകുന്ന രോഗങ്ങൾ ഇന്ന് ഏറ്റവും വലിയ ചർച്ചാവിഷയമായി ശാസ്ത്രലോകത്ത് പോലും അത് ചർച്ചാവിഷയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മോഡേൺ മെഡിസിൻ, ആധുനിക ശാസ്ത്രം പോലും ക്രമീകൃതമായ ഉപവാസം ആരോഗ്യത്തിന് മനുഷ്യന് നല്ലതാണ്, പല രോഗങ്ങളും മാറ്റപ്പെടുവാനായിട്ട് അത് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ വെസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ കഴിയാം. റിലീജിയസ് അല്ലെങ്കിൽ മതപരമായ കാരണങ്ങൾ കൊണ്ടല്ല, ഹെൽത്ത് റീസൺസ് കൊണ്ട് ഇപ്പോൾ ആളുകൾ ഉപവസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ക്രമീകൃതമായ ആ നോമ്പ് അതിലൂടെ അല്ലെങ്കിൽ ഉപവാസത്തിലൂടെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു, ശാസ്ത്രം പറയുന്നു. ദഹനേന്ദ്രിയങ്ങൾക്ക് വിശ്രമം കിട്ടുന്നു, അതിൻ്റെ മിനുക്കുപണികൾ നടക്കുന്നു, മൃതകോശങ്ങൾ പുറന്തള്ളപ്പെടുന്നു. എന്തിനാ? അതുകൊണ്ട് ത്വക്കിനു പോലും സൗഖ്യം ലഭിക്കുന്നു, കാന്തി കൂടുന്നുവെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ നമ്മുടെ പിതാക്കന്മാരിത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ അതൊക്കെ ആ സത്യങ്ങൾ, ശാസ്ത്രീയ സത്യങ്ങൾ ആത്മീയമായിട്ടത് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തിങ്കളാഴ്ചത്തെ നമ്മുടെ നോമ്പിൻ്റെ നമസ്കാരത്തിൽ, തിങ്കളാഴ്ചത്തെ മധ്യാഹ്നത്തെ നമസ്കാരത്തിൽ മോശ 40 ദിവസം നോമ്പ് നോറ്റ് ഉപവസിച്ചവനായ മോശയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? മോശ തൻ മുഖചർമ്മത്തിൻ നുണ്ടായി നോമ്പാൽ ശോഭ, സൂര്യൻ തൻ കതിരേക്കാളും ആവദനം ചിന്തി ദീപ്തി. മോശയുടെ മുഖത്തിൻ്റെ ആ ചർമ്മത്തിൻ്റെ കാന്തി അത് നോമ്പിനാൽ അത് വർദ്ധിച്ചുവെന്നും സൂര്യൻ്റെ കതിരിനേക്കാളും കിരണങ്ങളെക്കാളും മോശയുടെ മുഖം അത് പ്രശോഭിതമായി നോമ്പിനാലെന്ന് വേദപുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ വർജനമെന്ന് പറയുന്നത് അതിന് ദൈവശാസ്ത്രപരമായും ആത്മീയമായും രക്ഷയിലേക്ക് മനുഷ്യനെ നയിക്കുമ്പോൾ മനുഷ്യൻ്റെ ശാരീരികമായ സൗഖ്യത്തിനും
മനുഷ്യൻ്റെ ശാരീരികമായ അഭിവൃദ്ധിക്കും ഈ നോമ്പ് ഉപവാസം അത് മുഖാന്തരമായി തീരുകയാണ്. രണ്ടാമത്തെ കാര്യം മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് നോമ്പിലൂടെ നടക്കുന്ന രണ്ടാമത്തെ കാര്യം. അതിലൂടെ തന്നെ ആത്മാവിൻ്റെ ശക്തീകരണവും നോമ്പിലൂടെ നടക്കുകയാണ്. ഭക്ഷണം നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ മനസ്സിൻ്റെ ശുദ്ധീകരണവും ആത്മാവിൻ്റെ ശക്തീകരണവും അവിടെ നടക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ചില ആളുകൾ ഭക്ഷണത്തെ മാത്രം അതിൽ മാത്രം ശ്രദ്ധിക്കും നോമ്പിൽ, ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോക്കേണ്ടിയിരിക്കുന്നതിനാൽ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിയേണ്ടതാകുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നോമ്പിലെ നമസ്കാരത്തിൽ പറയുന്നുണ്ട് പ്രകാരം, ചിലരാഹാരം കൈവെടിയും ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും സോദരനെ ഒളിവിൽ കൊല്ലും. ചിലർ ആഹാരം ഉപേക്ഷിക്കും, മദ്യം ഉപേക്ഷിക്കും, പക്ഷേ ഹൃദയത്തിൽ വഞ്ചനയും വക്രതയും വെച്ച് തൻ്റെ സഹോദരനെ സഹജീവിയെ മറ്റുള്ളവനെ കൊല്ലാനുള്ള കെണികൾ ഒരുക്കിക്കൊണ്ടിരിക്കും. അത് നോമ്പിൽ അത് അനുവദിച്ചിട്ടില്ല. നോമ്പ് പൂർണ്ണമാകണമെങ്കിൽ മനസ്സിൻ്റെ ശുദ്ധീകരണവും അതിൻ്റെ ഭാഗമാണെന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ശുദ്ധീകരണം, അവിടെയാണ് മനസ്സിൽ അടിഞ്ഞുകൂടുന്ന പാപമാലിന്യങ്ങളെ കഴുകി തുടച്ച് കളയുവാനുള്ളതായ സന്ദർഭമാണ് നോമ്പെന്ന് പറയുന്നത്. ഈ പാപമാലിന്യങ്ങൾ മനുഷ്യനെ രോഗിയാക്കും, മനുഷ്യനെ നശിപ്പിക്കും. അത് അവനെ തന്നെയും മറ്റുള്ളവരെയും നശിപ്പിക്കും. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടുപ്രദേശങ്ങൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ കിണറുകളുണ്ട്. അപ്പോൾ ഈ കിണറുകൾ താത്തുമ്പോൾ നല്ല തെളിഞ്ഞ നിർമ്മലമായ വെള്ളം നമുക്ക് കിട്ടും. പക്ഷേ 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ മണം മാറി തുടങ്ങും, അതിൻ്റെ സ്വാദിന് വ്യത്യാസം ഉണ്ടാകും. എന്താ കാരണം? അതിൻ്റെ അടിയിൽ ചെളിയും അഴുക്കുകളും അടിഞ്ഞുകൂടും. നമ്മൾ ആരും കൊണ്ടുവന്നിടുന്നതല്ല, ഈ പ്രകൃതിയിൽ നിന്ന് അതിൽ വന്നു ചേരുന്നതായ സ്വാഭാവികമായി അടിഞ്ഞു ചേരുന്നതായ ചെളി. അത് എന്ത് ചെയ്യും? ഈ വെള്ളം അരുചിയായി കഴിയുമ്പോൾ, അഴുക്കായി കഴിയുമ്പോൾ ആ ചെളിയെല്ലാം കോരി വൃത്തിയാക്കി കഴിയുമ്പോൾ വീണ്ടും നല്ല തെളിഞ്ഞ നിർമ്മലമായ ജലം നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ വന്നുകൂടുന്ന പാപചിന്തകളും പാപത്തിൻ്റെ അംശങ്ങളും നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി നമ്മളെയും അത് നശിപ്പിക്കും, മറ്റുള്ളവരെയും നശിപ്പിക്കും. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രം പറയും സൈക്കോസോമാറ്റിക്. മനസ്സിലുണ്ടാകുന്ന പാപപരമായ ചിന്തകളും രോഗാവസ്ഥയും മനുഷ്യനെ ശാരീരിക രോഗിയാക്കി മാറ്റുന്നതിനാണ് സൈക്കോസോമാറ്റിക് എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് പക്ഷപാതക്കാരന് സൗഖ്യമാക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിന്റെ പാപം നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ശരീരത്തിൻ്റെ രോഗം പറഞ്ഞില്ല, പാപം നിന്നോട് ക്ഷമിക്കപ്പെട്ടു. തളർന്നു കിടന്നവരോട് പറയുക. അത് പറയുമ്പോൾ അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. അത് തന്നെയാണ് ഈ സൈക്കോസോമാറ്റിക് എന്ന് പറയുന്നത്. അത് രോഗം പറഞ്ഞത് മനുഷ്യൻ്റെ മനസ്സിലെ ദുർവികാരങ്ങളും പാപചിന്തകളും മനസ്സിനെ അടിമയാക്കിയിരിക്കുന്ന ആ പാപകരമായ ചിന്തകളെല്ലാം മനുഷ്യനെ ശാരീരിക രോഗിയാക്കി മാറ്റുന്ന അനുഭവങ്ങൾ, 100 കണക്കിന് അനുഭവങ്ങൾ നമുക്ക് അറിയാം. ഇതോടൊപ്പം തന്നെ നമ്മെ അത് നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ പാപചിന്തകൾ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ അശുദ്ധി മറ്റുള്ളവരെയും നശിപ്പിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം ദാവീദിൻ്റെ മലിനമായ മനസ്സ്, ദാവീദ് രാജാവിൻ്റെ മലിനമായ മനസ്സ്, അതവൻ്റെ ഹൃദയത്തിൽ ആ പാപം ഗർഭം ധരിച്ച് എന്താ സംഭവിക്കുന്നത്? അത് അവസാനിച്ചത് തനിക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് തനിക്ക് വേണ്ടി പടക്കളത്തിൽ മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന തൻ്റെ പടയാളിയുടെ കൊലപാതകത്തിലേക്ക് അത് അവസാനിക്കുകയാണ്. തൻ്റെ നാശം മാത്രമല്ല, തൻ്റെ സഹജീവിയുടെയും. ഈ പെരുമ്പാവൂര് നടന്ന ജിഷാവധ കേസിൽ നിങ്ങൾ ഒക്കെ ശ്രദ്ധിച്ച് കാണും. ആ നാളുകളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഈ കൊല ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്, അദ്ദേഹം പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ അശ്ലീല ചിത്രങ്ങളും അതിന് അഡിക്റ്റായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ അശ്ലീല ചിത്രങ്ങളും സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഇൻ്റർനെറ്റിലൂടെ ആ നിരന്തരമായി മനസ്സിൽ അടിഞ്ഞുകൂടിയ ആ പാപ ചേതോവികാരം അതൊരു കൊലപാതകത്തിലേക്ക് വരെ എത്തിക്കുന്ന അവസ്ഥ ആ സമീപകാലത്ത് നമ്മൾ കണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പാപം
മനുഷ്യന് നമ്മെ മാത്രമല്ല മറ്റുള്ളവരെയും നശിപ്പിക്കുന്നത് കൊണ്ടാണ് മനസ്സിൻ്റെ നിർമ്മലീകരണവും മനസ്സിൻ്റെ ശുദ്ധീകരണവും നമ്മുടെ നോമ്പിലൂടെ അത് നിർവഹിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് സൗഖ്യത്തിൻ്റെ അനുഭവവും, വിശുദ്ധ കുമ്പസാരത്തിലാണ് അത് അവസാനിക്കുന്നത്. അത് വിശുദ്ധ കുമ്പസാരത്തിലൂടെ അത് ദൈവത്തിൻ്റെ പുരോഹിതൻ്റെ മുൻപാകെ ഏറ്റുപറഞ്ഞ് ദൈവത്താൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുമെന്നുള്ളതായ സ്വർഗീയമായ ആ ദൈവിക കൽപ്പനയിലൂടെ ഒരു കുമ്പസാരത്തിന് ലഭിക്കുന്ന ഒന്ന് പാപമോചനത്തിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ ഒരു ഹീലിംഗ് എഫക്റ്റ്, ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ്. ഒരാളുടെ അടുത്ത് നമ്മുടെ ഹൃദയം തുറന്ന് അത് പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസത്തോടൊപ്പം തന്നെ ആ ലഭിക്കുന്ന ഉറപ്പ്, നിൻ്റെ പാപങ്ങൾ ദൈവികമായി അത് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ ജീവൻ്റെ അനുഭവം, അതാണ് ഈ നോമ്പിൻ്റെ അവസാനം നമ്മൾ അതുകൊണ്ടാണ് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ആ അനുഭവത്തിലേക്ക് പ്രത്യേകമായിട്ട് നമ്മെ നയിക്കുന്നത്. ആത്മാവ് ശക്തീകരിക്കപ്പെട്ട് മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്ന ആ രണ്ടാമത്തെ ഏറ്റവും വലിയ സൗഖ്യദായകമായ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അംശമാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സഹജീവിയുടെ സൗഖ്യവും രക്ഷയുമാണ്. ഒരു സോഷ്യൽ ബാലൻസിങ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ പിതാക്കന്മാർ സാമൂഹികമായ ഒരു സന്തുലിതാവസ്ഥയാണ് നോമ്പിലൂടെ സൃഷ്ടിക്കുന്നത്. നാം പരിത്യജിക്കുന്നത് മറ്റുള്ളവൻ്റെ രക്ഷയ്ക്കും നന്മയ്ക്കുമായിട്ട് പങ്കുവെക്കുന്ന അതിനുള്ളതായ ഒരു അനുഭവം. ഓരോ മനുഷ്യനും ഞാൻ ജീവിക്കുന്നത് എൻ്റെ മാത്രം ഒരു കഴിവ് കൊണ്ടോ എന്നിൽ മാത്രം ആശ്രയിച്ച് എനിക്കൊരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഓരോ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം പൈസയുണ്ട്, അതുകൊണ്ട് എൻ്റെ പൈസ കൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന് പലരും പറഞ്ഞാലും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ആഹാരം ഉണ്ടാക്കുന്നവൻ വേറെയാണ്, ധരിക്കാൻ വസ്ത്രമുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നവൻ വേറെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കായീനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ സഹജീവിയെക്കുറിച്ചുള്ള കരുതൽ ദൈവിക സൃഷ്ടിയുടെ ആരംഭം മുതലുള്ളതാണ്. നമ്മൾ ഒരു ദ്വീപായിട്ടല്ല, ആരെയും ഒറ്റപ്പെട്ട ദ്വീപല്ല, സമൂഹത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ഒരു കുടുംബമായി ജീവിക്കുവാനുള്ളത് കൊണ്ട് ദരിദ്രനോടും രോഗിയോടും അശരണോടും അവരെ കരുതാൻ, നമ്മളെപ്പോലെ ആരോഗ്യവും ദൈവത്തിൻ്റെ പലപ്പോഴും നമുക്കതൊന്നും ഈ ലോകത്തിൽ ലഭിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടാവും. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്, രോഗികളായിട്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പം അവർക്കൊക്കെ ദൈവം തന്ന ആരോഗ്യവും ദൈവം തന്ന കൃപകളും കൊണ്ട് നമുക്കുള്ളത് ഈ നോമ്പിൻ്റെ നാളുകളിൽ നാം പരിത്യജിക്കുന്നത് പങ്കുവയ്ക്കുവാൻ. അങ്ങനെ ആ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ മറ്റുള്ളവർക്കും കൂടെ ഒരു സോഷ്യൽ ബാലൻസിങ് അതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് വ്യാഴാഴ്ചത്തെ 9-ാം നാളിലെ നോമ്പിലെ നമസ്കാരത്തിൽ മനോഹരമായിട്ട് നമ്മുടെ പിതാക്കന്മാർ അത് എഴുതി വച്ചിട്ടുണ്ട്. നോമ്പേൽ പോനെ ദീനന്നു വിളിച്ചന്നം നൽകൂ, പോറ്റു പിഞ്ചൻ നിങ്ങുവരാനായി കാത്തിടാതെ, ഗതിയില്ലാത്തോൻ മുട്ടും നേരം നാഥൻ നിന്നെ കാത്തിടുമെന്നുള്ളൊരു പാഴ്മൊഴിയാൻ പുണ്യം നേടാ. നോമ്പ് നോക്കുന്നവനെ പറയുകയാണ്, നീ ദീനന്, പാവപ്പെട്ടവന്, ആഹാരമില്ലാത്തവന്, കഷ്ടപ്പെടുന്നവന്, വിശക്കുന്നവന് വിളിച്ച് നീ ഭക്ഷണം കൊടുക്ക്. അവൻ ഇങ്ങോട്ട് വരാൻ നോക്കി നിൽക്കാതെ നീ ചെന്നന്വേഷിച്ച് അവന് കൊടുക്കാൻ പറയുകയാണ്. ഗതിയില്ലാത്ത ഒരുത്തം ഒന്നിച്ച് മുട്ടുമ്പോൾ നിന്നെ ദൈവം കാത്തോളൂ എന്ന് പറയുന്നതല്ല, അവനറിയാം. എൻ്റെ പാട്ടിൻ്റെ പിന്നീട് പറയുകയാണ്, നിന്നേക്കാൾ നന്നായിട്ട് അറിയാം ആരാണ് അവന് കരുതുന്നവന് അറിയാമെന്ന് പറയുകയാണ്. അതുകൊണ്ട് നീ നിന്റെ നോമ്പിൽ പരിത്യജിക്കുന്നത് നിന്റെ സഹോദരൻ്റെ നന്മയ്ക്കായി, രക്ഷയ്ക്കായി, അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറയുകയാണ്. ഞാൻ സാന്ദർഭികമായി പറയട്ടെ, നമ്മളുടെ ഈ ഇസ്ലാം മതത്തിൽ അവരുടെ നോമ്പ് കാലത്ത് അവർ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഈ സക്കാത്ത് എന്ന് പറയുന്നത്, ഈ നോമ്പിൽ പരിത്യജിക്കുന്നതൊക്കെ അത് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് ഷെയർ ചെയ്യുകയാണ്. പലപ്പോഴും ഈ ആസ്പെക്റ്റാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്. നമ്മൾ നോമ്പ് നോക്കും, പക്ഷേ ആ 40 ദിവസം നമ്മൾ പരിത്യജിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചോ എന്ന് ചിന്തിക്കാറുണ്ടോ നമ്മൾ?
അവിടെയാണത് പൂർത്തിയാക്കുന്നത്. അല്ലാതെ ഞാൻ ഉപേക്ഷിച്ചിട്ട് വീണ്ടും 40 ദിവസം കഴിയുമ്പോൾ അത് ഞാൻ തന്നെ കൺസ്യൂം ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളേ? അത് അർഹതപ്പെട്ടവന് അത് നൽകുവാനുള്ള ആ നിയോഗത്തിൻ്റെ നാളുകളിലൂടെയാണ് നോമ്പ്. അവസാനമായിട്ട് ആധുനിക ലോകത്ത് ഞാൻ പറഞ്ഞു, നോമ്പ് എന്ന് പറയുന്നത് ഇന്ന് ഭക്ഷണത്തിലും അതോടൊപ്പം തന്നെയുള്ളതായ ആ പ്രാർത്ഥനാ കാര്യങ്ങളിലുമെല്ലാം നോമ്പിൻ്റെ പ്രധാനപ്പെട്ട നിൽക്കുമ്പോൾ തന്നെ ആധുനിക ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ചില അഡിക്ഷൻസ് ഉണ്ട്. ആ അഡിക്ഷൻസ് പണ്ടുണ്ടായിരുന്നതല്ല, അതല്ലെങ്കിൽ അന്ന് എൻ്റെ പിതാക്കന്മാർ ലിസ്റ്റിൽ ചേർത്തന്നെ ഇതൊക്കെ. ഇന്ന് സോഷ്യൽ മീഡിയാസ് വളരെ ശക്തമായിരിക്കുന്ന കാലഘട്ടമാണ്. ഇലക്ട്രോണിക് മീഡിയാസ് വളരെ ശക്തമായിരിക്കുന്ന, അതുകൊണ്ടൊരു ഇലക്ട്രോണിക് ആൻഡ് സൈബർ ഫാസ്റ്റിംഗ്, ഞാനത് പ്രത്യേകിച്ച് യുവതലമുറയോട് പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറയുകയായിരുന്നു, 7 വയസ്സുള്ള കൊച്ച് അതിന് മൊബൈൽ ഫോൺ അതിൻ്റെ അകത്ത് ഈ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ചു വാങ്ങിച്ചു കഴിയുമ്പോൾ ആ കുട്ടി ഒരു എക്സെൻട്രിക് ആയതുപോലെ അതുപോലെ ആ കൊച്ച് ആ ഫോണിനകത്ത് അഡിക്റ്റായിപ്പോയി എന്ന് ഒരു മനുഷ്യൻ പറയുകയായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ യുവതലമുറ സോഷ്യൽ മീഡിയകൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകളുണ്ട്. പക്ഷേ ഈ നോമ്പിൻ്റെ നാളുകളിൽ ഇന്ന് പലപ്പോഴും ഇത് മദ്യവും മയക്കുമരുന്നും പോലെ തന്നെ ഒരു അഡിക്ഷനിലേക്ക് നമ്മുടെ ആളുകളെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു നിയന്ത്രണവും അതിൻ്റെ വർജനവും ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇതായിട്ടൊരു സൈബർ ഫാസ്റ്റിങ്. ഞാനിപ്പോൾ ഹോളണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ പറഞ്ഞു, അവർ 3 നോമ്പിൻ്റെ സമയമായിരുന്നു. 3 നോമ്പിൻ്റെ സമയത്ത് 16 വയസ്സുള്ളൊരു പയ്യൻ പറഞ്ഞു, സൈദന തിരുമേനി ഞാൻ ഇത് 3 ദിവസങ്ങൾ ഞാൻ ചോദിച്ചു എങ്ങനെ നോമ്പ് നോക്കണേ? അപ്പോൾ പറഞ്ഞു, പച്ചവെള്ളം, അതായത് വാട്ടർ, വെള്ളമല്ലാതെ വേറെ ഒന്നും ഈ 3 ദിവസത്തേക്ക് കഴിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ നാട്ടിൽ പോലും പലർക്കും സാധിക്കാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, ഹോളണ്ടിൽ താമസിക്കുന്ന ഒരു സുറിയാനിക്കാരൻ കൊച്ചു 16 വയസ്സുകാരൻ പറയുകയാണ്, ആ 3 ദിവസവും വെള്ളം മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ. എൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെയാണ്. അപ്പോൾ എന്നിട്ട് അവർ പറയുകയായിരുന്നു, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പിന്നെ ഈ സോഷ്യൽ നെറ്റ്വർക്ക് അതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്ന മറ്റൊന്ന്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ ടെലിഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയും. അത് അല്ലാതെ ആ ചാറ്റിങ്ങും ഇതൊന്നും ഇല്ല. എന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഇനിയുള്ള ചാറ്റിങ്ങൾ കൂടുതൽ സമയവും ദൈവവുമായുള്ളൊരു ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഫ്രണ്ട്സും ഇവരൊക്കെ ആയിട്ട് കൂടുതൽ നമ്മൾ എത്രയോ മണിക്കൂറുകൾ ഇതിനോരോന്ന് ചിലവഴിക്കുന്ന ആ ചാറ്റിങ് ഈ നോമ്പിൻ്റെ നാളുകളിൽ തമ്പുരാനുമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, ധ്യാനത്തിലൂടെ, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം, വേദപുസ്തകം വായിച്ച് ആ ചാറ്റിങ്ങിലൂടെ ദൈവവുമായിട്ട് ഈ നാളുകൾ നമുക്ക് കൂടുതൽ ഒരു സൈബർ ഫാസ്റ്റിംഗ്, അതിലുള്ള നിയന്ത്രണം, ഉപയോഗത്തിലുള്ള നിയന്ത്രണം, അതിൻ്റെ വർജിക്കേണ്ടതായ കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് പരിപൂർണമായിട്ടുള്ള വർജനത്തിലൂടെ, അവിടെയാണ് നമ്മളുടെ മനസ്സിൻ്റെ ശക്തി. തമ്പുരാൻ പറഞ്ഞു, സാത്താനെ അതിജീവിക്കാനുള്ള ശക്തി മനുഷ്യനിൽ കാണിച്ചെന്ന ആ ശക്തി അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല പലതും നമ്മളിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻ്റണി ഡി മെല്ലോയുടെ അദ്ദേഹം മനുഷ്യനെ പലപ്പോഴും ദുശീലങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മകളും എങ്ങനെ നശിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നൊരു സംഗതിയുണ്ട്. ഒരു തവളയെ നമ്മളൊരു ചൂടുവെള്ളമുള്ളൊരു പാത്രത്തിൽ, ചെറിയ പാത്രത്തിലേക്ക് ഇട്ടാൽ അത് അപ്പം തന്നെ അതിനകത്ത് പുറത്തേക്ക് ചാടും. എന്നാൽ റൂം ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ അതിനെ ഇട്ടിട്ട് ആ വെള്ളം ക്രമേണ പതുക്കെ ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ കിടന്ന് അത് സൂപ്പായി വെന്തലിഞ്ഞാലും അത് പുറത്തു ചാടില്ല. കാരണം ഈ ചൂട് ക്രമേണ അത് ശരീരത്തിൻ്റെ ശീലമാക്കി അങ്ങ് മാറുകയാണ്. ഇതുപോലെ നമ്മൾ ചെറുതെന്ന് ചിന്തിക്കുന്ന ചെറിയ ദുസ്വഭാവങ്ങൾ, തിന്മപ്രവർത്തികൾ, അതായിരിക്കും പതുക്കെ അവസാനം നാം ചിന്തിക്കാത്ത നാഴികയിലായിരിക്കും നമ്മളെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നിയന്ത്രിക്കേണ്ടവയും ഉപേക്ഷിക്കേണ്ടയും എന്താണ് എൻ്റെ ജീവിതത്തിലെ എന്നെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു കുറവായിട്ട് എൻ്റെ ജീവിതത്തിലുള്ളത് എന്തെന്നുള്ളത്, എൻ്റെ ബലഹീനത എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ധ്യാനത്തോടും ദൈവവചനത്തിലുള്ള ധ്യാനത്തിലും നമുക്ക് മുന്നോട്ട് പോകുവാൻ ഈ നോമ്പിൻ്റെ നാളുകൾ, ഇത് തമ്പുരാനാൽ ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട നോമ്പ്, ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന മനുഷ്യൻ്റെ
ആത്മീയ രക്ഷയും മനുഷ്യൻ്റെ ശാരീരികമായ രക്ഷയും സൗഖ്യവും മാനസികമായ സൗഖ്യവും പുതുക്കവും ആത്മീയമായ ശക്തി പ്രാപിക്കലും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ രക്ഷയിലേക്കുള്ളതായ വളർച്ചയും സഹജീവിയെക്കുറിച്ചുള്ള കരുതലും സഹജീവിയുടെ സൗഖ്യവും സഹജീവിയുടെ രക്ഷയും ഇതിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ആധുനിക ലോകത്തിൽ ഒരു സൈബർ ഫാസ്റ്റിംഗ് അതുകൂടെ ഇതിൻ്റെ ഭാഗമായിട്ടെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോടു കൂടെ ചേർന്ന് മോശ 40 ദിവസം നോമ്പ് നോറ്റിച്ചപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചുവെങ്കിൽ ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും ക്രൂശുമരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ച് ഒരു പുതിയ മനുഷ്യനായി നമുക്ക് രൂപാന്തരപ്പെടുവാൻ അതിനുവേണ്ടി നമ്മുടെ ദൈവം പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ വലിയ നോമ്പിൻ്റെ നാളുകൾ നമുക്ക് ആ ഒരർത്ഥത്തിൽ പാലിക്കുവാനും ആത്മീയ ചൈതന്യത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം നമുക്ക് ഈ നോമ്പിൻ്റെ നാളുകൾ മുഖാന്തരമായി തീരട്ടെ. നന്മയിലധിഷ്ഠിതമായി ദൈവസ്നേഹത്തിൽ ഇഴുകിച്ചേർന്ന് ദൈവത്തിൻ്റെ കരങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെയുള്ള നല്ല നോമ്പിൻ്റെ നാളുകൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.